വെളിപാടിലുമുണ്ട്, കാറ്റക്കിസത്തിലുമുണ്ട്. പുതിയ ആകാശവും പുതിയ ഭൂമിയും. ആത്മാവ് നീതീകരിക്കപ്പെട്ടൊരു വ്യക്തി ഈ ക്രിസ്തീയ ജീവിതയാത്രയിൽ തൻ്റെ ഉള്ളിൽ വന്ന് വാസമുറപ്പിച്ച ത്രിയേക ദൈവത്തിൻ്റെ സഹായത്തോടെ, തൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ മനസ്സിനെ നവീകരിച്ചും ശരീരത്തെ മാനസാന്തരപ്പെടുത്തിയും നടത്തുന്ന യാത്രയുടെ പേരാണ് ക്രിസ്തീയ ജീവിതം. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് എന്താണ്? ഉറക്കെ പറയൂ. നീതീകരണം. നീതീകരിക്കപ്പെട്ടൊരാത്മാവ് ഈ യാത്ര തുടരുമ്പോൾ മനസ്സിൻ്റെ നവീകരണവും, മനസ്സിപ്പോഴും ലോകം ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്നത്, ശരീരത്തിൽ ഇപ്പോഴും ആസക്തികളും അശുദ്ധിയും തിന്മയും പാപവും പ്രലോഭനം എല്ലാം ഉണ്ട്. മനസ്സ് നവീകരിച്ച് ശരീരം വിശുദ്ധീകരിച്ച് പോകുന്ന ഈ യാത്രയുടെ പേരാണെന്ത്? വിശുദ്ധീകരണം. വിശുദ്ധീകരണം. ഇതിനാണ് വിശുദ്ധ കുർബാന, കുംഭസാരം, കൂദാശകള്, യാമപ്രാർത്ഥനകള്, ആരാധന, വചനം എല്ലാം സഹായിക്കുന്നത് ഈ പ്രോസസ്സിലാണ്. വിശുദ്ധീകരണം. ഇതെല്ലാം നമ്മളെ വിശുദ്ധരാക്കാൻ വേണ്ടിയുള്ളതാണ്. പള്ളിയിൽ പോയിട്ട്